ബാലൻ കണ്ടു. ഈ കൊല്ലം കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമയായിട്ടാണ് ബാലൻ എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ എടുത്തു പറയേണ്ടത് പടത്തിന്റെ സ്ക്രിപ്റ്റാണ്. ഈ പടത്തിന്റെ കഥയിൽ ഒരു കോർ ഇമോഷൻ ഉണ്ട്. ആ ഒരു ഇമോഷനെ ഓവർ ഡ്രമാറ്റിക് ആക്കിയും അല്ലെങ്കിൽ കൂടുതൽ ക്ലീശ സീനുകൾ കുത്തിനിറച്ചും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാമായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഭയങ്കര കെട്ടുറപ്പുള്ള ആ ഒരു കോർ ഇമോഷൻ ഭയങ്കര ഹൈ ആകുന്ന രീതിയിലാണ് ജിത്തുമാധവൻ ഈ പടത്തിന് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജിത്തുമാധവനിൽ നിന്ന് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടേ ഇല്ല. ആ സ്ക്രിപ്റ്റിലെ കോർ ഇമോഷനെ അതിന്റെ മേന്മ ഒട്ടും ചോരാതെ തന്നെ ചിദംബരം നമുക്ക് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ഈ പടത്തിലെ ക്രൂ അടിപൊളിയാണ്. അതിന്റെ ഒരു ഗുണം നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോഴേ ഫീൽ ആവും. പടം ത്രൂ ഔട്ട് ഭയങ്കര സിനിമാറ്റിക് ഫീലാണ് നമുക്ക് തരുന്നത്. അതിൽ എടുത്തു പറയുന്നത് പടത്തിന്റെ കാസ്റ്റിംഗ് ആണ്. ആ അമ്മയും മകനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മകന്റെ രണ്ട് കാലഘട്ടങ്ങളിൽ രണ്ട് പയ്യന്മാരാണ് ചെയ്തിരിക്കുന്നത്. അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ അമ്മ മകൻ ബോണ്ടിങ് ത്രൂ ഔട്ട് പടത്തിൽ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ആണ് നമുക്ക് തരുന്നത്. അതിന്റെ ഒരു ഹൈ ക്ലൈമാക്സ് എത്തുമ്പോൾ കിട്ടും. അത് മാത്രമല്ല പടം കണ്ടിറങ്ങുമ്പോൾ ഈ അമ്മയും മകനും അനുഭവിച്ചത് കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അത് ആ കാസ്റ്റിങ്ങിന്റെ വിജയം തന്നെയാണ്. അവർ രണ്ടുപേരും കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ടോവിനോയുടെ ക്യാരക്ടറാണ്. ചെറിയൊരു ക്യാരക്ടർ ഉള്ളൂ, പക്ഷെ പുള്ളി ഇതുവരെ കാണാത്ത ടോവിനോ എന്ന രീതിയിലാണ് പുള്ളി പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ടോവിനോയുടെ ഈ ഒരു ആ ക്യാരക്ടറെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടറിയണം. പുള്ളിയുടെ ഈ ഒരു ക്യാരക്ടർ ഒരു ആക്ടിങ് തലമുണ്ട്. അത് ഇനിയുള്ള ഡയറക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോവിനോയിൽ നിന്നും നല്ലൊരു ക്യാരക്ടർ ആക്ടർ നമുക്ക് കിട്ടും. പിന്നെ ജിൻ ലാല്, പുള്ളി സെക്കൻഡ് ഹാഫിൽ കിടുക്കനായിരുന്നു. ചില സീനുകൾക്ക് ഡിറ്റോ ലാല് തന്നെ. ചില സീനുകളിൽ പുള്ളി സൈലൻസ് ഉണ്ട്, അതും അതേപോലെ ചില സീനുകളിൽ പുള്ളി സൗണ്ട് മോഡുലേഷൻ ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ ജിൻ ലാല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു അമ്മച്ചി, പുള്ളിക്കാരിയുടെ ചില തഗ്ഗൊക്കെ ഉണ്ട്, അത് തിയേറ്ററിൽ നിന്ന് കാണാൻ ഭയങ്കര രസമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ ഈ പടത്തിന്റെ കാസ്റ്റിംഗ് ആണ് ഈ പടത്തിന്റെ വിജയം. അത് കിടിലായിട്ട് ഗണപതി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഗണപതി ചിദംബരത്തിന്റെ പടത്തിൽ മാത്രമല്ലാണ്ട് ഇനി വേറെ ഡയറക്ടേഴ്സിന്റെ പടത്തിലും കാസ്റ്റിംഗ് ആയിട്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കാസ്റ്റിംഗ് ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയുന്ന പടത്തിന്റെ മ്യൂസിക് ആണ്. സുഷിന്റെ മ്യൂസിക് ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ആണ് നമുക്ക് ഈ പടത്തോട് തോന്നുന്നത്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈ ആണ് ആ മ്യൂസിക്കും ആ സീനും എല്ലാം കൂടി നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഈ സിനിമ അടിപൊളി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഞെട്ടിച്ചിരുന്നത് ചിദംബരം തന്നെയാണ്. പുള്ളി ചെയ്ത 3 പടങ്ങളും 3 ജോണറാണ്. അത് 3ഉം കിടിലൻ മേക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് പുള്ളി അടുത്തതായി ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അതുപോലെ ജിത്തുമാലിൽ നിന്ന് ഇനിയും ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാവട്ടെ.